കഥ തുടങ്ങുന്നത് ദേവലോകത്തെ ആർബിറ്റർ ഹാൾ എന്ന സ്ഥലം കാണിച്ചുകൊണ്ടാണ്. ഓർക്കിഡ് എന്ന ദേവതയാണ് ഇവിടെ താമസിക്കുന്നത്. ഈ ഓർക്കിഡാണ് നമ്മുടെ ഹീറോയിൻ. ആർബിറ്റർ ഹാളിൽ ചുവന്ന നിറത്തിലെ ഇലകളുള്ള ഒരു മരമുണ്ട്. ഓരോ ഇലയും ഓരോ വ്യക്തികളുടെ തലവിധി എഴുതിയിരിക്കുന്ന ബുക്ക്. ഈ ബുക്കുകൾ അടുക്കും ചിട്ടയോടെ സൂക്ഷിക്കുക എന്നാണ് ഓർക്കിഡിൻ്റെ ജോലി. എന്ന് കരുതി ആരുടെയും വിധി മാറ്റാനുള്ള അധികാരമൊന്നും അവൾക്കില്ല. ഈ ഡെസ്റ്റിനി ബുക്കുകളുടെ ഉത്തരവാദിത്തം ശരിക്കും ഓർക്കിഡിൻ്റെ മാസ്റ്ററായ സീനിയർ ഇമ്മോർട്ടൽ ആർബിറ്ററിനാണ്. ആർബിറ്ററിൻ്റെ അസിസ്റ്റൻ്റാണ് ഓർക്കിഡ്. ഈ മാസ്റ്റർ ഒരിക്കൽ ശ്രദ്ധയില്ലാതെ വൈൻ കുടിക്കുന്നതിനിടയിൽ ഓർക്കിഡിൻ്റെ ഇമ്മോർട്ടൽ വേര് വൈൻ വീണ് നശിച്ചു. അതുകൊണ്ട് തന്നെ ഓർക്കിഡിൻ്റെ തൻ്റെ ശക്തികൾ കൂട്ടാനും പുതുതായി ഒന്നും നേടാനും കഴിയില്ല. അവൾക്ക് ഡെസ്റ്റിനി ബുക്കിൻ്റെ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുത്തിട്ട് ആർബിറ്റർ മനുഷ്യരുടെ ലോകത്തേക്ക് പോയതാണ്. 500 വർഷങ്ങൾ കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടില്ല. ആകെ അവൾക്കുള്ള ഫ്രണ്ട് അവൾ ഓമനിച്ച് വളർന്ന കുറച്ച് ചെടികളാണ്. ചെടികളാണെങ്കിലും ദേവലോകത്തായതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പരിശീലിക്കുന്നതനുസരിച്ച് മനുഷ്യരുടെ രൂപം കിട്ടും. അങ്ങനെ 4 പേർ അവൾക്കൊപ്പം ഉള്ളതാണ് അവളുടെ ബോറടി മാറ്റാനുള്ള വഴി. ഓർക്കിഡിന് യുദ്ധത്തിൻ്റെ ദേവനായ ലോർഡ് ഷാങ്ഹെങ്ങിനോട് ഒരു പ്രത്യേക ഇഷ്ടമുണ്ട്. പണ്ടൊരിക്കൽ അദ്ദേഹം അവളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട്. അതിന് പ്രത്യുപകാരമായി അദ്ദേഹത്തെ സേവിക്കാൻ ഇമ്മോർട്ടൽ എക്സാം പാസ്സായി ഫൗണ്ടൻ പാലസിലേക്ക് പോകണമെന്നാണ് ഓർക്കിഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ഡെസ്റ്റിനി ബുക്കിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയാൽ അത് റിപ്പയർ ചെയ്യേണ്ടതും ഓർക്കിഡിൻ്റെ ഉത്തരവാദിത്തമാണ്. ഒരു ദിവസം 50 ബുക്കുകൾ വരെ റിപ്പയർ ചെയ്യാൻ ഓർക്കിഡിന് കഴിയും. അങ്ങനെ 50,000 ബുക്കുകൾ റിപ്പയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ജോലി രാജിവെച്ച് ലോർഡ് ഷാങ്ഹെങ്ങിൻ്റെ അടുത്തേക്ക് പോകണം എന്നാണ് അവൾ തീരുമാനിച്ചു വെച്ചിരിക്കുന്നത്. യുദ്ധത്തിന് പോയിരിക്കുകയായിരുന്ന ലോർഡ് ഷെങ്ഹാങ്ങിനെ ദേവലോകത്തെ ഇപ്പോഴത്തെ ചക്രവർത്തിയായ ലോർഡ് യുൻസെങ് തിരികെ വിളിപ്പിച്ചിരിക്കുകയാണ്. മൂൺ സുപ്രീം ഡോങ്ഫങ് 30,000 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലപ്പെട്ടെങ്കിലും അവൻ്റെ ഗോൾഡൻ ബോഡിയും പ്രൈമോഡിയൽ സ്പിരിറ്റും അന്ന് നശിച്ചിരുന്നില്ല. ദേവന്മാരുടെ ശക്തി ഉപയോഗിച്ച് അന്നത്തെ ചക്രവർത്തി അവനെ ഹാവോദിയൻ ടവറിനുള്ളിൽ ബന്ധിക്കുകയാണ് ചെയ്തത്. ഹാവോദിയൻ ടവറിന് മുകളിൽ മൂൺ സുപ്രീം രക്ഷപ്പെടാതിരിക്കാനായി ഉണ്ടാക്കിയ സീൽ ഇപ്പോൾ ദുർബലമായിക്കൊണ്ടിരിക്കുകയാണ്. അത് വീണ്ടും ശക്തിപ്പെടുത്താൻ മറ്റ് മുതിർന്ന ദേവന്മാർക്കൊപ്പം ഷെങ്ഹാങ്ങിൻ്റെ സഹായം കൂടി വേണം. അതിനാണ് ഇപ്പോൾ അവനെ തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഒരു സീനിയർ പറഞ്ഞിട്ട് ഓർക്കിഡിൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് ഡെസ്റ്റിനി ബുക്കും വാങ്ങാനായി കുറേ ദേവന്മാർ ആർബിറ്റർ ഹാളിൽ എത്തുന്നുണ്ട്. ഒട്ടും മര്യാദയില്ലാതെയാണ് അവരിൽ പ്രധാനിയായ യുലിൻ ഓർക്കിഡിനോട് സംസാരിക്കുന്നത്. അവർ നൽകിയ ലിസ്റ്റിലുള്ള ബുക്കുകളെല്ലാം പ്രത്യേകം ബോക്സിലാക്കി ഓർക്കിഡ് മടങ്ങി വന്നപ്പോഴാണ് ഷെങ്ഹാങ് മടങ്ങി വന്നിരിക്കുന്നുവെന്ന് അവർ തമ്മിൽ പറയുന്നവൾ കേട്ടത്. അവൾ അവരോട് അതിനെക്കുറിച്ച് ചോദിച്ചെങ്കിലും മറിഞ്ഞിട്ട് നിനക്കത് വേണമെന്ന് ദേഷ്യത്തിൽ ചോദിച്ചിട്ട് യുലിമും സംഘവും മടങ്ങുന്നു. അവരുടെ പെരുമാറ്റം വിഷമം ഉണ്ടാക്കിയെങ്കിലും ഷെങ്ഹാങ് വിചാരിച്ചതിനേക്കാൾ നേരത്തെ മടങ്ങി വന്നതിൻ്റെ സന്തോഷത്തോടെ ഓർക്കിഡ് അണിഞ്ഞൊരുങ്ങി അവന് സമ്മാനമായി നൽകാൻ കുറച്ച് പൂക്കളും ശേഖരിച്ച് പുറപ്പെടുന്നു. അദ്ദേഹത്തിന് മുന്നിൽ നല്ല സ്മാർട്ടായി വേണം പെരുമാറാൻ. എന്നാലും അദ്ദേഹത്തിന് നിന്നെ ഇഷ്ടപ്പെടും എന്നൊക്കെ കൂട്ടുകാർ ഉപദേശിച്ച് വിടുന്നതിനാൽ അതൊക്കെ മനസ്സിൽ വെച്ചാണ് അവൾ ഷെങ്ഹാങ്ങിനെ കാണാൻ പോയതെങ്കിലും അവനെ ദൂരെ കണ്ടപ്പോഴേ സന്തോഷം ഓവറായി അവൾ അങ്ങോട്ട് പറക്കുന്നതിനിടയിൽ അവളൊരു വള്ളിയിൽ കുടുങ്ങി പൂവൊക്കെ താഴെ വീഴുന്നു. ശബ്ദം കേട്ട് എന്തോ ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്ന ഷെങ്ഹാങ് പെട്ടെന്ന് മതിയാക്കി തിരിഞ്ഞു നോക്കുന്നു. ഒരു നീലക്കല്ല് അവൻ കയ്യിൽ ഒളിപ്പിക്കുന്നുണ്ട്. വള്ളി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ താഴെ വീണ ഓർക്കിഡിനെ പിടിച്ചെഴുന്നേൽക്കാൻ അവൻ കൈ നീട്ടിക്കൊടുക്കുന്നു. അവൾ എഴുന്നേറ്റ ശേഷം കൊണ്ടുവന്ന പൂക്കൾ അവന് നീട്ടിയെങ്കിലും യുദ്ധത്തിൽ ജയിച്ചു വന്നതിനായിരിക്കുമെന്ന് കരുതി ഇതിൻ്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ഡ്യൂട്ടിയാണ് ചെയ്തത് എന്നവൻ പറയുന്നു. അതിനുവേണ്ടിയല്ല, 1500 വർഷങ്ങൾക്ക് മുൻപ് വെറും ഒരു ഓർക്കിഡ് ചെടിയായിരുന്ന എൻ്റെ ഇമ്മോർട്ടൽ വേര് മാസ്റ്ററുടെ അശ്രദ്ധ കാരണം നശിച്ചിരുന്നു. മാസ്റ്റർ അന്ന് എന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതാണ്. താങ്കൾ അവിടെ വന്ന് ഞാൻ രക്ഷപ്പെടുമെന്ന് മാസ്റ്ററെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഞാനിന്ന് ജീവിച്ചിരിക്കുന്നത്. എൻ്റെ ജീവൻ രക്ഷിച്ചതിനുള്ള നന്ദിയാണിത് എന്ന് അവൾ പറയുന്നു. അവന് പക്ഷേ അക്കാര്യം ഓർമ്മയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ തുടങ്ങുന്നു. അവൾ നിരാശയാകുന്ന കണ്ടപ്പോൾ പൂക്കളിൽ നിന്ന് ഒരു ഓർക്കിഡ് മാത്രം അവൻ എടുക്കുന്നു. സന്തോഷം കൊണ്ട് ഓർക്കിഡിൻ്റെ തലയുടെ ഇരുവശത്തുമായി ഇരുന്നിരുന്ന റോസാപ്പൂക്കൾ ശരിക്കും വിടരുന്നുണ്ട്. അവൻ മുന്നോട്ട് പോയപ്പോഴാണ് അവൻ്റെ കൈവശമുണ്ടായിരുന്ന നീലക്കല്ല് താഴെ കിടക്കുന്ന അവൾ കണ്ടത്. അവൾ അതെടുത്ത് അവനെ തിരികെ നൽകാൻ തുടങ്ങിയെങ്കിലും എനിക്കിനി അതുകൊണ്ട് ഉപയോഗമൊന്നുമില്ല, കളഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ട് അവൻ പോകുന്നു. കളയുന്ന മട്ടിൽ തനിക്ക് തന്നതാണെന്ന് മാത്രമല്ല, ഇത്രയും പൂക്കൾ ഉണ്ടായിട്ട് അതിൽ നിന്ന് ഓർക്കിഡ് മാത്രം എടുത്തത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കിഡ് ആകെ ത്രില്ലടിക്കുന്നുണ്ട്. ഇമ്മോർട്ടൽ എക്സാം പാസ്സായി ഞാൻ ഫൗണ്ടൻ പാലസിലേക്ക് വരും എന്നവൾ പുറകിൽ നിന്ന് അവനോട് ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ ഇമ്മോർട്ടൽ എക്സാമിനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കുന്ന സ്ഥലത്തേക്ക് അവൾ പോകുന്നുണ്ട്. അവളേക്കാൾ മുമ്പേ ദേവലോകത്തെ മിക്കവാറും ദേവതമാരെല്ലാം അവിടെ ഹാജരായിരുന്നു. യുലിമും അവർക്കൊപ്പമുണ്ട്. ഓർക്കിഡ് പക്ഷേ ആരെയും മൈൻഡ് ചെയ്യാതെ കയറി ചെന്ന് ഐഡൻറ്റിറ്റി കാർഡ് പഞ്ച് ചെയ്ത് ആപ്ലിക്കേഷൻ എൻ്റർ ചെയ്യുന്നു. അവൾ തിരികെ മടങ്ങാൻ തുടങ്ങുമ്പോൾ യുലിമിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം കൂടി അവളെ പരിഹസിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങിയെത്തിയ ഓർക്കിഡ് കൂട്ടുകാരോട് അവിടെ നടന്നൊക്കെ പറഞ്ഞ് വിഷമം പങ്കുവയ്ക്കുന്നു. എന്ത് വില കൊടുത്തും ഇമ്മോർട്ടൽ എക്സാം പാസ്സായേ പറ്റൂ. പക്ഷേ അതിന് നശിച്ചുപോയി ഇമ്മോർട്ടൽ വേരെ നേരെയാക്കണം. അതിന് മരുന്ന് വാങ്ങാൻ ഇപ്പോൾ എൻ്റെ കൈവശമുള്ള പണം തികയില്ല. നിങ്ങളുടെ കൈവശമുള്ള സമ്പാദ്യം കൂടി ഒന്ന് തന്ന് സഹായിക്കണം. ഞാൻ തിരിച്ചു തരാമെന്ന് ഓർക്കിഡ് പറഞ്ഞെങ്കിലും കാശ് വിട്ട് കളിക്കാൻ ആരും തയ്യാറാകുന്നില്ല. 1000 വർഷങ്ങളായി ഇതേ കാര്യത്തിന് വേണ്ടി അവൾ ഒരുപാട് ക്യാഷ് ചിലവാക്കി ഒത്തിരി മരുന്നൊക്കെ പരീക്ഷിച്ചതാണ്. എന്നിട്ടൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് വെറുതെ ക്യാഷ് കളയേണ്ടെന്ന് പറഞ്ഞ് എല്ലാവരും ഒഴിഞ്ഞു മാറുന്നു. ഇതുവരെയുള്ളതുപോലെയല്ല, ഇത്തവണ എന്തായാലും മത്സരത്തിൽ ജയിക്കണം. ലോർഡ് ഷാങ്ഹാങ്ങിനോട് പ്രത്യുപകാരം ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ എന്നൊക്കെ ഓർക്കിഡ് പറഞ്ഞപ്പോൾ ഇത് പ്രത്യുപകാരമൊന്നുമല്ല, നിനക്കവനെ ഇഷ്ടമായതുകൊണ്ടാണ്. എന്തായാലും അവൻ നിന്നെ തിരിച്ചിഷ്ടപ്പെടാൻ പോകുന്നില്ല.
നിന്റെ എതിരാളി ഇവിടുത്തെ ഏറ്റവും സുന്ദരിയും ലോർഡ് ലുയാൻ്റെ മകളുമായ ധനിയനാണ്. നിനക്ക് എന്ത് ഫാമിലി ബാക്ക്ഗ്രൗണ്ടാണ് ഉള്ളത്? വെറുതെ സ്വപ്നം കാണാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ എല്ലാവരും കൂടി ഉപദേശിക്കുന്നു. ഓർക്കിഡ് വേഗം തൻ്റെ കൈവശമുണ്ടായിരുന്ന മാജിക്കൽ ഫയർഫ്ലൈ സ്റ്റോൺ എടുത്ത് അവരെ കാണിച്ചിട്ട്, ഇത് 10,000 വർഷങ്ങൾ കൂടുമ്പോൾ മാത്രം രൂപപ്പെടുന്ന അപൂർവ കല്ലാണ്. ഇതെനിക്ക് ലോർഡ് ഷെങ്ഹാങ് സമ്മാനമായി തന്നതാണ്. ഇത്ര വിലപിടിപ്പുള്ള സമ്മാനം എനിക്ക് തന്നത് എന്നോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് എന്നൊക്കെ ഓർക്കിഡ് വാദിക്കുന്നു. ഇത് മടുത്തത് കൊണ്ടായിരിക്കണം അദ്ദേഹം നിനക്ക് തന്നത്. ഇപ്പോൾ ഇതിനുള്ളിൽ ഫയർഫ്ലൈസ് ഒന്നുമില്ല, ഇത് വെറും ഒരു കല്ല് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവർ അവളെ നിരുത്സാഹപ്പെടുത്തുന്നു. കൂട്ടത്തിൽ ഒരാൾക്ക് മാത്രം ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല. അവൾ ബാക്കിയുള്ളവരെ വഴക്ക് പറഞ്ഞിട്ട് ഓർക്കിഡിൻ്റെ അടുത്ത് ചെന്ന് അവളുടെ അതുവരെയുള്ള സമ്പാദ്യമായ സ്പിരിറ്റ് സ്റ്റോൺ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് പറഞ്ഞു കൊടുക്കുന്നു. അത് മുഴുവൻ ഓർക്കിഡ് എടുത്തോളാനും പറയുന്നുണ്ട്. പോരാഞ്ഞിട്ട് ബാക്കിയുള്ളവർ സമ്പാദ്യം സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം കൂടി അവൾ രഹസ്യമായി പറഞ്ഞു കൊടുക്കുന്നു. ഓർക്കിഡ് അതെടുക്കാനായി പുറത്തേക്ക് ഓടുന്നു. ബാക്കിയുള്ളവരും പിന്നാലെ ഓടുന്നുണ്ടെങ്കിലും സ്പിരിറ്റ് സ്റ്റോൺ അവൾക്ക് കിട്ടുന്നുണ്ട്. ഷെങ്ഹാങ്ങിൻ്റെ കൊട്ടാരത്തിൽ ജോലി ശരിയായി കഴിയുമ്പോൾ ശമ്പളത്തിൽ നിന്ന് ഇത് തിരികെ തന്നോളാം എന്ന് അവൾ വിളിച്ചു പറയുന്നുണ്ട്. ഈ സമയത്താണ് അവളുടെ ബ്രേസ്ലെറ്റിൽ ഒന്ന് തിളങ്ങി അവൾക്ക് സിഗ്നൽ നൽകിയത്. ആരുടെ ഡെസ്റ്റിനി ബുക്കിനാണ് കുഴപ്പമെന്ന് അവൾ നോക്കുന്നുണ്ട്. ലോർഡ് ഷെങ്ഹാങ്ങിൻ്റെ ബുക്കിനാണ് എന്ന് മനസ്സിലായപ്പോൾ അവൾ അതെടുത്ത് പരിശോധിക്കുന്നു. ദൈവങ്ങളുടെ വിധിയൊക്കെ നേരത്തെ തീരുമാനിക്കപ്പെട്ടതാണ്, അതിന് മാറ്റമൊന്നും വരാറില്ല. പിന്നെ എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അവളത് റിപ്പയർ ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ ലോർഡ് ഷെങ്ഹാങ്ങിന് ഇന്ന് രാത്രി എന്തോ അപകടത്തിൽപ്പെട്ട് മരിക്കുമെന്നറിയാൻ സാധിക്കുന്നു. ഇതേ സമയത്ത് തന്നെ അവിടെ ക്രിമിനൽസിനെ ഒക്കെ സൂക്ഷിച്ചിരുന്ന ഹാവോദിയൻ ടവറിൻ്റെ സീൽ ശക്തിപ്പെടുത്താൻ ദേവലോക ചക്രവർത്തിയുടെ നേതൃത്വത്തിൽ മറ്റ് ദേവന്മാരെല്ലാം കൂടി എന്തോ മന്ത്രവിദ്യ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. അക്കൂട്ടത്തിൽ ഷെങ്ഹാങ്ങുമുണ്ട്. ഡെസ്നി ബുക്കിൽ കണ്ടതുപോലെ അവനെന്തെങ്കിലും സംഭവിക്കുമെന്ന് ചെക്ക് ചെയ്യാൻ ഓർക്കിഡ് ഇതിനടുത്തായി ഒരിടത്ത് വന്ന് നിൽപ്പുണ്ട്. ഒന്നും സംഭവിക്കില്ല എന്ന പ്രതീക്ഷയിലാണ് അവൾ. ഇതിനിടയിലാണ് ഹാവോദിയൻ ടവറിനുള്ളിൽ നിന്ന് ദേവന്മാർക്ക് നേരെ ഒരു അറ്റാക്ക് ഉണ്ടായത്. അത് തടയാൻ ഷെങ്ഹാങ് കുറച്ച് മുന്നിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ആക്രമണത്തിൽ അവന് പരിക്കേൽക്കുന്നു. ഓർക്കിഡ് ഈ സമയം അവൻ്റെ ഡെസ്നി ബുക്ക് വീണ്ടും ചെക്ക് ചെയ്യുന്നു. അപ്പോഴും അവന് അപകടം സംഭവിക്കുന്ന രീതി തന്നെയാണ്. ഡെസ്നി ബുക്കിൽ കാണുന്നതിനെ പറ്റി മറ്റാരോടും പറയാൻ പാടില്ല, പറഞ്ഞാൽ അവരുടെ സ്ഥാനത്ത് നമ്മൾ മരിക്കേണ്ടി വരും എന്ന് മാസ്റ്റർ അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ആകെ വിഷമിക്കുന്നു. ഹാവോദിയൻ ടവറിൽ നിന്നുള്ള ആക്രമണം കൂടിക്കൂടി വരുന്നു. ഷെങ്ഹാങ്ങിനെ അത് അപകടപ്പെടുത്തും എന്ന അവസ്ഥയിലെത്തിയപ്പോൾ ഒരു മുഖംമൂടി ധരിച്ച് ഓർക്കിഡ് അവിടെ എത്തി അവന് മുന്നിൽ കയറുന്നു. ആ ശക്തി അവളെ പിടിച്ചു വലിച്ച ടവറിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഷെങ്ഹാങ്ങിന് അവളെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും സീൽ കംപ്ലീറ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ളിൽ പെട്ടുപോയ ഫെയറെ രക്ഷിക്കണമെന്ന് അവൻ ചക്രവർത്തിയോട് പറയുന്നു. പക്ഷേ സീൽ ഇനി തുറക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നു. ടവറിനുള്ളിലേക്ക് വീണ ഓർക്കിഡ് നല്ല സ്പീഡിൽ താഴേക്ക് പോവുകയാണ്. അവളുടെ മുഖംമൂടിയൊക്കെ അഴിഞ്ഞു പോകുന്നുണ്ട്. പെട്ടെന്ന് അവളുടെ ഉള്ളിൽ എന്തോ ഒരു സിമ്പൽ ആക്റ്റീവായി അവൾക്ക് വായുവിൽ നിൽക്കാൻ പറ്റുന്ന വിധത്തിലാകുന്നു. അങ്ങനെ അവൾ മുന്നോട്ട് പോയി നോക്കിയപ്പോൾ കുറേ ദൂരത്തെ ആരെയോ തടവിലാക്കിയിരിക്കുന്നത് കാണുന്നു. അവൻ്റെ അടുത്തെത്താറായപ്പോൾ അവൾ കൺട്രോൾ പോയതുപോലെ നേരെ ചെന്ന് അവനെ ഇടിക്കാൻ തുടങ്ങും. അവൾ പെട്ടെന്ന് കൈ നിവർത്തി പിടിക്കുന്നതിനാൽ കൈയാണ് ചെന്ന് അവൻ്റെ ദേഹത്തിടിച്ചത്. അവൻ കണ്ണു തുറക്കുന്നുണ്ട്. നീല നിറത്തിലുള്ള 2 അഗ്നിഗോളങ്ങളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവർക്ക് ചുറ്റും ഉൽക്കകൾ പോലെ എന്തോ പായുന്നുണ്ടായിരുന്നു. അതിലൊരെണ്ണം വന്ന് ഓർക്കിഡ് ദേഹത്തിടിക്കുന്നു. അങ്ങനെ അവൾ മുന്നോട്ടഞ്ഞ അബദ്ധത്തിൽ അവനെ കിസ് ചെയ്യുന്നു. അതോടെ അവളുടെ ബോധം പോകുന്നു. പിന്നീട് കണ്ണു തുറന്നപ്പോൾ താൻ മറ്റേതോ സ്ഥലത്ത് എത്തിപ്പെട്ടിരിക്കുന്നു എന്നവൾക്ക് മനസ്സിലാക്കുന്നു. മഞ്ഞ് വീണ് തണുത്ത് കിടക്കുന്ന അവിടെ ഒരു ഉണങ്ങിയ മരം മാത്രം നിൽപ്പുണ്ട്. അവൾ എഴുന്നേറ്റ് ചെന്ന് അതിലൊന്ന് തൊടുന്നു. പെട്ടെന്ന് മരത്തിലെ മഞ്ഞുരുകി മാറി താഴേക്ക് വീഴുന്നു. തണുപ്പടിച്ച് അവളും തുമ്മുന്നു. പിന്നെ കണ്ണു തുറക്കുമ്പോൾ കുറച്ച് മുന്നിലായി തന്നെ പോലെ ഒരാൾ ഇരിക്കുന്നത് കണ്ട് അവൾ അടുത്ത് ചെന്ന് നോക്കുന്നു. താൻ തന്നെയാണതെന്ന് മനസ്സിലായപ്പോൾ അമ്പരപ്പോടെ അവൾ കൈനീട്ടി മറ്റേയാളിനെ തൊടാനിരുന്നു. പെട്ടെന്ന് ആ ഓർക്കിഡ് കണ്ണു തുറന്ന് അവളുടെ കയ്യിൽ കയറി പിടിച്ച് അവളെ അടുത്തേക്ക് വലിക്കുന്നു. ഇപ്പോഴാണ് ഓർക്കിഡിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്നത് നേരത്തെ അവിടെ തടവിലുണ്ടായിരുന്ന ആളാണെന്ന് നമ്മൾ അറിയുന്നത്. മുന്നിലുള്ള ഓർക്കിഡിൻ്റെ രൂക്ഷമായ നോട്ടം കണ്ടപ്പോൾ അത് പ്രേതമായിരിക്കുമെന്ന് കരുതി ഈ ഓർക്കിഡ് നിലവിളിക്കുന്നു. മറ്റേ ഓർക്കിഡ് അവളെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കി മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് അവളെ നിലത്തേക്കിടുന്നു. ഓർക്കിഡ് ആകെ പേടിക്കുന്നു. എന്നാലും നീ എന്താണ് കാണാൻ എന്നെപ്പോലെ ഇരിക്കുന്നതെന്ന് നമ്മൾ പേടിയോടെ ചോദിക്കുന്നുണ്ട്. മറ്റേയാൾ പറഞ്ഞപ്പോഴാണ് തങ്ങളുടെ ബോഡി പരസ്പരം മാറിയിരിക്കുന്നു എന്ന് ഓർക്കിഡ് അറിയുന്നത്. കാര്യം ബോധ്യപ്പെട്ടപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അവൾ ചാടി എഴുന്നേൽക്കുന്നു. അവൻ ഒരു കല്ലെടുത്ത് മുകളിലേക്ക് എറിഞ്ഞപ്പോൾ മുകളിലെ സീൽ കാണാൻ സാധിക്കുന്നു. നീ ഇപ്പോൾ എൻ്റെ ശരീരത്തിലായതുകൊണ്ട് എൻ്റെ പവർ ഉപയോഗിക്കാൻ സാധിക്കും. ആ പവർ ഉപയോഗിച്ച് ഈ സീൽ തകർത്താൽ നമുക്ക് പുറത്ത് കടക്കാം. പുറത്തിറങ്ങി കഴിയുമ്പോൾ ബോഡി തനിയെ ചേഞ്ച് ആയിക്കോളും എന്നവൻ പറയുന്നു. അവൻ ഇവിടെ തടവിലായ ഏതോ ക്രിമിനലാണ് എന്ന് അവൾക്ക് മനസ്സിലാകുന്നു. എന്നെ പറ്റിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമാണോ? ഞാനതിന് സമ്മതിക്കില്ല എന്ന് ഓർക്കിഡ് പറഞ്ഞപ്പോൾ അവൻ അവളുടെ കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഇവിടെയുള്ള ബാക്കി ക്രിമിനൽസിനോട് നീ എന്നെ കമ്പയർ ചെയ്യുകയാണോ? എത്രയും പെട്ടെന്ന് സീൽ തകർക്കാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്നവൻ പറയുന്നു. ഓർക്കിഡ് ആദ്യമൊന്ന് പേടിച്ചെങ്കിലും പിന്നെ ആ കൈ തട്ടി മാറ്റിയിട്ട് നിനക്കെന്നൊന്നും ചെയ്യാൻ കഴിയില്ല. നീ ഇപ്പോൾ എന്നെ കൊല്ലുകയാണെങ്കിൽ മരിക്കുന്നത് നിന്റെ ശരീരമായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മരിക്കാം. കൊല്ലുന്നെങ്കിൽ കൊന്നോ എന്ന് പറഞ്ഞവൻ കഴുത്ത് നീട്ടുന്നു. നീ എന്തായാലും അക്കാര്യം ഓർമ്മിച്ചത് നന്നായി എന്ന് പറഞ്ഞ് മൂൺ സുപ്രീം ശക്തി ഉപയോഗിച്ച് ഓർക്കിഡിന്റെ മുടി മുഴുവൻ മുറിച്ച് താഴേക്കിടുന്നു. ഓർക്കിഡിന് സങ്കടവും ദേഷ്യവും ഒക്കെ വരുന്നുണ്ട്. അവൻ ചെയ്തതുപോലെ മുടി മുറിക്കാനെന്നുള്ള ശക്തി ഇല്ലാത്തതിനാൽ അവൾ അവൻ്റെ മുടി പിടിച്ച് പിഴുതെടുക്കാൻ ശ്രമം നടത്തുന്നു. ഓരോ തവണ വലിക്കുമ്പോഴും അവൾ അനുഭവിക്കുന്ന വേദന ഓർക്കിഡിൻ്റെ ശരീരത്തിലെ മൂൺ സുപ്രീമിനും അനുഭവപ്പെടുന്നു. മാത്രമല്ല അവൾ വലിക്കുന്ന ഭാഗത്തേക്ക് ഓട്ടോമാറ്റിക്കായി അവൻ്റെ തലയും വലിയുന്നുണ്ട്. കുറേ വലിച്ചിട്ടും 1-2 മുടി പിഴുതെടുക്കാനേ ഓർക്കിഡിന് കഴിയുന്നുള്ളൂ. വേദന കൊണ്ട് അവളുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകുന്നുണ്ട്. നിന്റെ കൈ ഞാൻ വെട്ടും, നാവ് പിഴുതെടുക്കുമെന്നൊക്കെ മൂൺ സുപ്രീം ഭീഷണിപ്പെടുത്തിയപ്പോൾ
എനിക്ക് തിരിച്ചൊന്നും ചെയ്യാൻ കഴിയില്ലെന്ന് വിചാരിക്കണ്ട. എൻ്റെ ഇമ്മോർട്ടൽ വേര് എന്തായാലും നശിച്ചിരിക്കുകയാണ്. ഞാൻ നിൻ്റേതും നശിപ്പിക്കും എന്ന് അവൾ ഭീഷണിപ്പെടുത്തുന്നു. അവസാനം 1000 വർഷമായി ഞാൻ കഷ്ടപ്പെട്ട് വളർത്തിയ എൻ്റെ മുടിയെല്ലാം പോയി എന്ന് പറഞ്ഞ് അവൾ നിലത്ത് കുത്തിയിരുന്ന് കരയാൻ തുടങ്ങുന്നു. കരയാതിരിക്കുന്ന മൂൺ സുപ്രീം ഓർഡർ എടുക്കുന്നുണ്ടെങ്കിലും അവൾ അത് കേൾക്കാത്ത മട്ടിൽ ഇരുന്ന് കരയുകയാണ്. അവസാനം സഹികെട്ട് മൂൺ സുപ്രീം അവളുടെ മുടിയെല്ലാം പഴയതുപോലെയാക്കുന്നു. അതോടെ ഓർക്കിഡ് കരച്ചിൽ മതിയാക്കി എഴുന്നേൽക്കുന്നുണ്ട്. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരാളെന്നെ ഭീഷണിപ്പെടുത്തി കാര്യം സാധിക്കുന്നത് എന്ന് മൂൺ സുപ്രീം പറഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു പുരുഷൻ എന്നെ കരയിക്കുന്നത്. ഇനി നിന്റെ ഈ വൃത്തികെട്ട ശരീരത്തിൽ നിൽക്കാൻ എനിക്ക് ആഗ്രഹമില്ല. എത്രയും പെട്ടെന്ന് ഈ സീൽ പൊട്ടിച്ചാൽ പുറത്ത് കിടക്കാൻ നോക്കാം എന്ന് പറഞ്ഞവൾ സീൽ പൊട്ടിക്കാൻ തയ്യാറെടുക്കുന്നു. നീ അപ്പോൾ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ദേവന്മാരെ ചതിക്കാൻ പോവുകയാണോ? ദേവലോകത്തുള്ളവർ സത്യസന്ധരാണെന്ന് പറയുമെങ്കിലും കാര്യത്തോട് അടുക്കുമ്പോൾ സ്വാർത്ഥരാണല്ലേ എന്ന് മൂൺ സുപ്രീം ചോദിക്കുന്നു. ഞാൻ വെറും ഒരു ഓർക്കിഡ് ചെടിയാണ്. എന്നെപ്പോലുള്ള ഒരു പാവൻ ചെടി ഇങ്ങനെയുള്ള ഭാരിച്ച കാര്യങ്ങളൊക്കെ ചിന്തിക്കേണ്ട ആവശ്യം എന്താണ്? അതിനുള്ള ചക്രവർത്തിയും സൈന്യവും മറ്റ് ശക്തരായ ദേവന്മാരും ഒക്കെ ഇല്ലേ? അത് അവരുടെ ജോലിയാണ്. മറ്റുള്ളവരുടെ ജോലി നമ്മൾ തട്ടിയെടുക്കുന്നത് ഒരാളുടെ അമ്മയെ കൊല്ലുന്നതിന് തുല്യമാണ് എന്നെൻ്റെ മാസ്റ്റർ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ ഓർക്കിഡ് വാദിക്കുന്നു. നിനക്ക് മൂൺ ട്രൈബിലെ ആൾക്കാരുടെ കുറച്ച് സ്വഭാവ ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് മൂൺ സുപ്രീം പറഞ്ഞെങ്കിലും എന്നെ വെറുതെ ശല്യപ്പെടുത്താതെ എന്ന് പറഞ്ഞ് അവൾ സീൽ തുറക്കാനുള്ള വിദ്യകൾ പ്രയോഗിക്കാൻ തുടങ്ങുന്നു. പക്ഷെ ഒന്നും ശരിയാകുന്നില്ല എന്ന് മാത്രമല്ല അവൾ തെറിച്ച് തറയിൽ വീഴുന്നുമുണ്ട്. നിന്റെ ശരീരം എങ്ങനെ ഉപയോഗിക്കണമെന്ന് എനിക്ക് അറിയില്ല എന്നവൾ അവിടെ കിടന്ന് പറയുന്നു. നിന്നെപ്പോലെ ഒരു മണ്ടിയെ കൊണ്ട് ഒന്നും നടക്കാൻ പോകുന്നില്ല. എൻ്റെ ശരീരം എനിക്ക് തിരികെ കിട്ടിയാലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. ഇങ്ങനെ പരസ്പരം മാറുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തത് വീണ്ടും ചെയ്താൽ ചിലപ്പോൾ ശരീരം തിരികെ കിട്ടിയേക്കുമെന്ന് മൂൺ സുപ്രീം പറയുന്നു. ഇങ്ങനെ മാറുന്നതിന് മുമ്പ് കിസ്സിംഗ് ആണല്ലോ നടന്നത് എന്നോർത്ത് ഓർക്കിഡ് ചുണ്ടിൽ കൈവയ്ക്കുന്നുണ്ട്. അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കിസ് ചെയ്യാനെന്നോണം അവൻ മുന്നോട്ട് വരുന്നത് കാണുന്നു. ഹാവോദിയൻ ടവറിൽ നിന്ന് ഷെങ്ഹാൻ ഫൗണ്ടൻ പാലസിൽ മടങ്ങിയെത്തിയപ്പോൾ ലോർഡ് റോങ് വന്നിട്ടുണ്ട് എന്നൊരു പരിചാരകനെ അറിയിക്കുന്നു. റോൺസിന്റെ പ്രിയപ്പെട്ട വൈനുമെടുത്ത് ഷെങ്യാങ് അവനെ കാണാനായി പോകുന്നു. ലോർഡ് റോൺസ് ഒരു പെയിന്റിങ്ങിനുള്ളിലാണുള്ളത്. അതിനുള്ളിലേക്കാണ് ഷെങ്ഹാങ് അദ്ദേഹത്തെ കാണാനായി കയറുന്നത്. റോൺസിന് ഷെങ്യാങ്ങിന്റെ ബ്രദറായ ചക്രവർത്തിയും മറ്റ് ദേവന്മാരെയും ഒന്നും അത്ര ഇഷ്ടമല്ല. അവരാരും അദ്ദേഹത്തോട് സൗഹൃദത്തിന് വരാറുമില്ല. ആകെയുള്ളൊരു ഫ്രണ്ട് ഷെങ്യാങ് ആണ്. കുറെ കാലത്തിന് ശേഷം തമ്മിൽ കണ്ടതിന്റെ സന്തോഷത്തോടെ അവർ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. ഹാവോദിയൻ ടവറിലെ സീൽ ശക്തിപ്പെടുത്തുന്നതിനിടയിൽ ഒരു ദേവത ടവറിനുള്ളിലേക്ക് വീണതും പക്ഷേ ചക്രവർത്തിയും മറ്റുള്ളവരും അവളെ രക്ഷിക്കാൻ തയ്യാറാവാത്തതും ഒക്കെ ഷെങ്യാങ് കുറച്ച് വിഷമത്തോടെ പറയുന്നുണ്ട്. സംസാരത്തിനിടയിൽ അവനൊരു കർച്ചീഫ് എടുത്ത് അതിലേക്ക് നോക്കി വിഷമിച്ചിരിക്കുന്ന കണ്ട് അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് റോൺസ് ചോദിക്കുന്നു. അവൻ ഒന്നുമില്ലാന്നാണ് പറഞ്ഞത്. പക്ഷേ റോൺസ് തന്റെ ശക്തി ഉപയോഗിച്ച് ഒരു പരിശോധന നടത്തിയപ്പോൾ അതിൽ ഓർക്കിഡിന്റെ ഒരു പാറ്റേൺ ഉള്ളതായി കാണുന്നു. 30,000 വർഷങ്ങൾക്ക് മുമ്പ് ഷെങ്യാങ്ങിന്റെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്ന ദേവതയുടെ പ്രതീകമാണത്. പക്ഷേ ഇപ്പോൾ ആ ദേവതയെക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല. ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞില്ലേ? നിങ്ങൾ തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞു എന്ന് കരുതി നിങ്ങൾ തമ്മിൽ കണ്ടിട്ട് പോലും ഇല്ലല്ലോ. ഇനിയെങ്കിലും ഇത് മറന്നുകൂടെ എന്ന് റോൺസ് ചോദിച്ചപ്പോൾ എനിക്കങ്ങനെ മറക്കാൻ കഴിയില്ല. എവിടെയാണെങ്കിലും ഞാൻ അവളെ കണ്ടെത്തും എന്ന് ഷെങ്യാങ് പറയുന്നു. ഇതേസമയം ഹാവോദിയൻ ടവറിനുള്ളിൽ ഓർക്കിഡിനെ കിസ് ചെയ്യാനുള്ള പുറപ്പാടിലായിരുന്നു മൂൺ സുപ്രീം. അവളെ നിലത്തേക്ക് മറിച്ചിട്ട് മുകളിലേക്ക് കയറിയിരുന്ന് കിസ് ചെയ്യാനായി അവൻ മുന്നോട്ടെടുക്കുന്നു. തൊട്ടടുത്തെത്തിയപ്പോൾ ആകെ അസ്വസ്ഥയായ ഓർക്കിഡ് സർവ്വശക്തിയും എടുത്ത് അവനെ ആഞ്ഞു തള്ളുന്നു. അവൻ തെറിച്ച് മുകളിലെ സീലിൽ പോയി ഇടിക്കുന്നു. സീലിന്റെ ശക്തി അവന്റെ ശരീരത്തിൽ ഇരിക്കുന്നതിനല്ല അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിച്ചു വീഴുകയും മിന്നലിരിക്കുന്ന പോലെ ശരീരത്തിൽ പ്രഹരമേൽക്കുകയും ചെയ്യുന്നു. എനിക്ക് ഇത്രയും ശക്തി ഉണ്ടോയെന്ന് ചിന്തിച്ച് അന്തം വിട്ടിരിക്കുകയായിരുന്ന ഓർക്കിഡ് തന്റെ ശരീരമാണല്ലോ ഈ പ്രഹരമെല്ലാം താങ്ങുന്നത് എന്ന് കണ്ട് അവനെ അവിടെ നിന്ന് തിരികെ പിടിക്കാനായി മുകളിലേക്ക് പോകാൻ ട്രൈ ചെയ്യുന്നു. 3-4 തവണ ശ്രമിച്ചപ്പോൾ അവൾക്ക് മുകളിലേക്ക് പോകാൻ കഴിയുന്നുണ്ട്. പക്ഷേ ആ പോക്കിന്റെ ഫോഴ്സിൽ മുമ്പത്തേതുപോലെ അവൾ ആഞ്ഞു നേരെ അവനെ കിസ് ചെയ്യുന്നു. കിസ്സിങ്ങിനിടയിൽ അവളുടെ നെറ്റിയിൽ നേരത്തെ കഴുത്തിന് താഴെ കണ്ട ആ അടയാളം തിളങ്ങുന്നുണ്ട്. അവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നുമുണ്ട്. അവിടെ നിന്ന് താഴെ വീണപ്പോഴേക്കും ഓർക്കിഡിന് സ്വന്തം ശരീരം തിരികെ കിട്ടിയിരുന്നു. അതിന്റെ സന്തോഷത്തിലിരിക്കുമ്പോഴാണ് മുന്നിൽ നേരത്തെ ഉണ്ടായിരുന്ന ആളിന് പകരം കറുത്ത പുക കണ്ടത്. അവൾ നോക്കിയിരിക്കെ ആ പുകയ്ക്ക് രൂപമാറ്റം സംഭവിച്ച് മൂൺ സുപ്രീമിന്റെ ശരീരം അവന്റെ യഥാർത്ഥ രൂപം കൈവരിക്കുന്നുണ്ട്. അതോടെ ഹാവോദിയൻ ടവറിന് മുകളിൽ ഉണ്ടായിരുന്ന സീലും പൊട്ടിത്തെറിച്ച് ടവറിന്റെ കുറെ ഭാഗം തറന്നു വീഴുന്നു. പെയിന്റിങ്ങിനുള്ളിലെ സാമ്രാജ്യത്തിലായിരുന്ന റൗൺസും ഷെങ്ഹാങ്ങും ആ ശബ്ദം കേൾക്കുന്നുണ്ട്. ഹാവോദിയൻ ടവറിൽ എന്തോ സംഭവിച്ചെന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞ് അവർ അങ്ങോട്ട് പോകാൻ തയ്യാറെടുക്കുന്നു. മൂൺ സുപ്രീമിന്റെ പുതിയ രൂപം കണ്ട് അന്തപ്പെട്ടിരിക്കുന്ന ഓർക്കിഡിനോട് നിന്റെ ഈ സഹായം കൊണ്ടാണ് എനിക്ക് വീണ്ടും ഇങ്ങനെയാക്കാൻ കഴിഞ്ഞത്. അതിന് പ്രതിപകാരം വേണ്ടതെന്ന് അവൻ ചോദിക്കുന്നു. പ്രതിഫലം ആഗ്രഹിച്ചൊന്നും ചെയ്യരുതെന്നാണ് മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് ഓർക്കിഡ് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയെങ്കിലും മൂൺ സുപ്രീം അവളെ വലിച്ചെടുപ്പിച്ച് കൊല്ലാനായി കഴുത്തിന് കുത്തിപ്പിടിക്കുന്നു. ഓർക്കിഡിന് ശരിക്കും ശ്വാസം മുട്ടി അവൾ മരണപ്രാളത്തിൽ പിടയാൻ തുടങ്ങിയപ്പോൾ മൂൺ സുപ്രീമിന്റെ നെറ്റിയിൽ നേരത്തെ കണ്ട അടയാളം വേണ്ടി തെളിയുന്നു. അതോടെ ഓർക്കിഡിന്റെ കഴുത്തിൽ പിടിച്ചവൻ മുറുകും തോറും അവൾ അനുഭവിക്കുന്ന അതേ വേദന അവനും അനുഭവിക്കാൻ തുടങ്ങുന്നു. അവസാനം നിവൃത്തിയില്ലാതെ അവൻ പിടിവിടുന്നുണ്ട്. ഓർക്കിഡ് താഴേക്ക് വീഴുന്നു. അവൾ അനുഭവിക്കുന്ന വേദന എങ്ങനെയാണ് തനിക്കും അനുഭവിക്കേണ്ടി വന്നത് എന്നൊരു പിടിയും കിട്ടാതെ മൂൺ സുപ്രീം ആകെ കണ്ടീഷനിൽ നിന്ന് ഗ്യാപ്പിൽ ഓർക്കിഡ് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അവൻ പിന്നെ അവളുടെ പുറകിന് പോകാതെ ടവറിൽ നിന്ന് പുറത്ത് കിടക്കുന്നു. ആർക്കും സംശയം തോന്നാതിരിക്കാൻ ടവറിന്റെ തകർന്നു വീണ ഭാഗങ്ങൾ ശക്തി ഉപയോഗിച്ച് അവൻ പഴയതുപോലെ തന്നെ ആക്കിയിട്ടാണ് അവിടെ നിന്ന് പോയത്. അവൻ പോയി കഴിഞ്ഞപ്പോൾ സീലും പഴയതുപോലെ തന്നെ ആകുന്നുണ്ട്. ഓർക്കിഡ് അപ്പോഴേക്കും പുറത്തെത്തിയിരുന്നു.
അവൾ ആദ്യം നോക്കിയത് ഷെങ്ഹാങ്ങിന്റെ ഡിസ്നി ബുക്ക് ശരിയായെന്നാണ്. അതിന് തകരാറൊന്നും ഇല്ലാത്തതിനാൽ അവൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നുണ്ട്. പെയിന്റിങ്ങിൽ നിന്ന് പുറത്തിറങ്ങിയ റോൺസും ഷെങ്ഹാങ്ങും ദൂരെ നിന്ന് ഹാവോദിയൻ ടവർ നിരീക്ഷിച്ചപ്പോൾ അവിടെ ഒന്നും സംഭവിച്ചതായി കാണുന്നില്ല. പിന്നെ എന്തായിരിക്കും ശബ്ദം കേട്ടത് എന്നവർ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ഒരു കാവൽക്കാരൻ ഓടി വന്ന് ഹാവോദിയൻ ടവറിനുള്ളിലെ തടവറയ്ക്ക് എന്ത് തകരാറ് സംഭവിച്ച് അവിടെ ബന്ധിച്ചിരുന്ന ഏതൊക്കെയോ ദുരാത്മാക്കൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് അറിയിക്കുന്നത്. സീൽ പൊട്ടിയ ഗ്യാപ്പിൽ മൂൺ സുപ്രീമിനെ കൂടാതെ വേറെ 2 പേർ കൂടി രക്ഷപ്പെട്ടിരുന്നു. അവർക്ക് മുന്നേ പുറത്തു വന്ന ഓർക്കിഡിനെ അവർ കാണുന്നതിനാൽ അവളെ ആക്രമിക്കാനുള്ള ഉദ്ദേശത്തിൽ അവർ അവൾക്ക് പുറകെ ചെല്ലുന്നു. ഓർക്കിഡ് ഷെങ്യാങ്ങിനെയും റോങ്ങിനെയും കണ്ട് അവർ കാണാതിരിക്കാൻ ഒളിച്ചിരുന്നെങ്കിലും അവിടെ ആരോ ഉണ്ട് എന്നവർക്ക് മനസ്സിലാകുന്നു. അവർ അവളുടെ അടുത്ത് വരെ എത്തിയതുമാണ്. പക്ഷെ അപ്പോഴേക്കും അവിടെ തന്നെ ഒളിച്ചിരിക്കായിരുന്ന ദുരാത്മാക്കൾ അവർക്ക് നേരെ ചാടി വീഴുന്നതിനാൽ അവരുടെ ശ്രദ്ധ തെറ്റുന്നു. അവർ വേഗം തന്നെ അവരെ 2 പേരെയും പിടിച്ചു കെട്ടി തിരികെ ഹാവോദിയൻ ടവറിനുള്ളിലേക്ക് അയക്കുന്നു. ആ ഗ്യാപ്പിൽ ഓർക്കിഡ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ ഷെങ്ഹാങ് ഭദ്രമായി സൂക്ഷിച്ചിരുന്ന കർച്ചീഫ് അവൻ നഷ്ടപ്പെടുന്നുണ്ട്. ഹാവോദിയൻ ടവറിൽ നിന്ന് രക്ഷപ്പെട്ടവരെ കുറിച്ചുള്ള റിപ്പോർട്ട് ചക്രവർത്തിക്ക് നൽകാൻ അവൻ പോകുന്നുണ്ട്. രക്ഷപ്പെട്ട കുറച്ചുപേരെ പിടികൂടി, ബാക്കിയുള്ളവരെ പിടിക്കാൻ ആളെ അയച്ചിട്ടുണ്ട്. സീലിന് തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് ഷെങ്ഹാങ് അറിയിക്കുന്നു. പക്ഷേ ചക്രവർത്തിയുടെ മനസ്സാകെ അസ്വസ്ഥമാണ്. അവിടെ നിന്ന് മടങ്ങുമ്പോഴാണ് കർച്ചീഫ് നഷ്ടപ്പെട്ട വിവരം ഷെങ്ഹാങ് ശ്രദ്ധിക്കുന്നത്. അവൻ കുറെ തിരഞ്ഞെങ്കിലും എങ്ങും അത് കണ്ടുകിട്ടുന്നില്ല. മൂൺ സുപ്രീം ഈ സമയം നരകത്തിലെ മെമ്മറി ലോസ് എന്ന നദിയിൽ ഒളിച്ചു താമസിക്കായിരുന്ന അവന്റെ ലഫ്റ്റനന്റ് ആയിരുന്ന ഷാങ്ഷെ എന്ന വ്യാളിയെ വിളിക്കുന്നുണ്ട്. യജമാന്റെ വരവും കാത്ത് 30,000 വർഷങ്ങളായി അവൻ അതിനുള്ളിൽ കഴിയുകയാണ്. മുകളിലേക്ക് വരുന്ന കൂട്ടത്തിൽ മൂൺ സുപ്രീമിന്റെ വാളും അവൻ സൂക്ഷിച്ചിരുന്നത് തിരികെ കൊടുക്കുന്നുണ്ട്. മുകളിലെത്തി അവൻ മനുഷ്യരൂപത്തിലേക്ക് മാറി മൂൺ സുപ്രീമിന്റെ മുന്നിൽ വണങ്ങുന്നു. അങ്ങ് മരിച്ചുവെന്ന് എല്ലാവരും പറഞ്ഞിട്ടും ഞാൻ ഇത്ര കാലവും കാത്തിരിക്കുകയായിരുന്നു. അവസാനം ജീവനോടെ തന്നെ തിരികെ എത്തിയല്ലോ എന്നവൻ സന്തോഷത്തോടെ അറിയിക്കുന്നു. ഇമ്മോർട്ടലായ ഞാനങ്ങനെ മരിക്കാനാണ്. നീ എൻ്റെ കൂടെ നരകത്തിലേക്ക് വരാൻ മൂൺ സുപ്രീം അവനോട് പറയുന്നു. ഓർക്കിഡ് ഈ സമയം ഇമ്മോർട്ടൽ പേര് ശരിയാക്കാനുള്ള മരുന്ന് വാങ്ങാനായി പുറപ്പെട്ടിരുന്നു. അവൾ പോകുന്ന സ്ഥലത്തിനടുത്ത് തന്നെ ഓരോരുത്തരുടെ ആത്മാക്കളെ ഈവിൾ സ്പിരിറ്റാക്കി മാറ്റുന്ന ഒരു സ്ഥലമുണ്ട്. അതിൻ്റെ ചാർജ് ദിയേയി എന്ന ഒരു സ്ത്രീക്കാണ്. എന്തോ വലിയ ലക്ഷ്യം സാധിക്കുന്നതിന് വേണ്ടി ദേവതമാരെയും മറ്റും പിടിച്ചുകൊണ്ടുവന്ന് വലിയൊരു പാത്രത്തിലെ തീയിലേക്ക് ഇട്ട് അവരെല്ലാം ഈവിൾ സ്പിരിറ്റാക്കി മാറ്റുകയാണ് അവർ ചെയ്യുന്നത്. അതിനായി കുറേ അനുയായികളും ഓർക്കുണ്ട്. ഈ ദിയേയും സീഷൻ ദേവതയ്ക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലാണ്. കഴിഞ്ഞ 10,000 വർഷങ്ങളായി ദേവതയെ അന്വേഷിച്ച് പോയവർ മടങ്ങിയെത്തിയിട്ടുണ്ട് എന്നൊരു അനുയായി അവരെ വന്ന് അറിയിക്കുന്നു. അവർ മടങ്ങിയെത്തിയവരെ കാണാൻ പോയ സമയത്താണ് ഓർക്കിഡ് അവിടെ എത്തിയത്. പക്ഷെ മടങ്ങി വന്നവർക്ക് സീഷനെ കുറിച്ച് ചെറിയൊരു വിവരം പോലും കിട്ടിയിരുന്നില്ല. ഏതോ ഒരു ചെടിയുടെ സ്പിരിറ്റിനെ മാത്രമാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത് എന്നറിഞ്ഞ് ദിയേയി അവരോട് ദേഷ്യപ്പെടുന്നു. ഏതോ ഒരു ലോഡിന്റെ ആജ്ഞപ്രകാരമാണ് ദിയേയി ഇതെല്ലാം ചെയ്യിക്കുന്നത്. തൽക്കാലം ആ കൊണ്ടുവന്നിരിക്കുന്ന സ്പിരിറ്റിനെ സോൾ ട്രാൻസ്ഫോം ചെയ്യുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അവർ ആജ്ഞാപിക്കുന്നു. ഓർക്കിഡ് ഈ സമയം മരുന്ന് വാങ്ങാനുള്ള ഷോപ്പിലെത്തിയിരുന്നു. അവൾ അവിടുത്തെ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ട് അവളെ കണ്ടപ്പോഴേ ഷോപ്പിലെ മാനേജർ ജെല്ലിക്ക് കാര്യം മനസ്സിലാകുന്നു. ഓർക്കിഡിന് അവൾ നല്ലൊരു ഫ്രണ്ടിനെ പോലെയാണെങ്കിലും കച്ചവടത്തിലെ ലാഭം മാത്രമാണ് അവളുടെ ലക്ഷ്യം. മരുന്ന് കാണിച്ചിട്ട് ഓർക്കിഡിന്റെ കയ്യിലെ പണം വാങ്ങി നോക്കിയപ്പോൾ അത് തികയില്ല. കുറച്ച് പണം കൂടി തന്നാലേ മരുന്ന് തരൂ എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് വിലപിച്ചു. ഇനി പണം തരാൻ ഒരു വഴിയുമില്ല, എങ്ങനെയെങ്കിലും എനിക്ക് ഇമ്മോർട്ടൽ പേര് ശരിയാക്കിയാലേ പറ്റൂ, അതുകൊണ്ട് മരുന്ന് തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല എന്ന് പറഞ്ഞ് ഓർക്കിഡ് അവിടെ മേശപ്പുറത്ത് ബലം പിടിച്ച് കിടക്കാൻ തുടങ്ങുന്നു. ജെല്ലി അവളെ പിടിച്ച് പുറത്താക്കാൻ ശ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് കുറച്ച് ദിവസങ്ങൾ മുമ്പ് തന്നെ ദിയേയുടെ സ്ഥലത്ത് എത്തിക്കേണ്ട വസ്ത്രങ്ങൾ ഇതുവരെ എത്തിക്കാൻ കഴിഞ്ഞില്ല. ഇനി ഇത് കൊണ്ടുപോകാൻ എനിക്ക് പേടിയാണ്. അവരെന്നെ ശിക്ഷിക്കുമെന്ന് പറഞ്ഞൊരു ജോലിക്കാരൻ അവിടേക്ക് വന്നത്. അപ്പോഴാണ് ജെല്ലിക്ക് ഒരു ഐഡിയ തോന്നിയത്. അവൾ ആ വസ്ത്രങ്ങൾ വാങ്ങി ഓർക്കിഡിനെ ഏൽപ്പിച്ചിട്ട് ഇതവിടെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ മരുന്നിന്റെ ബാക്കി തുക തരണ്ട, മരുന്ന് തരാമെന്ന് പറയുന്നു. മരുന്ന് കിട്ടുമെങ്കിൽ എന്ത് ചെയ്യാനും തയ്യാറായിരുന്ന ഓർക്കിഡ് മരുന്നും വാങ്ങി ആ വസ്ത്രങ്ങൾ നൽകാനായി പോകുന്നു. ദിയയുടെ കൈവശം ആരുടെ ഒരു ഡിസ്നി ബുക്കുണ്ട്. അതിനെ ബേസ് ചെയ്താണ് അവരുടെ ലോഡ് എന്തൊക്കെയോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അത് സുരക്ഷിതമായി നോക്കണം, ഒന്നും സംഭവിക്കരുത് എന്ന് അവർ കാവൽക്കാരനോട് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നേരത്തെ അവർ പിടിച്ചുകൊണ്ടുവന്ന പ്ലാന്റ് സ്പിരിറ്റ് രക്ഷപ്പെട്ടുവെന്ന് കാവൽക്കാർ വിളിച്ചു പറയുന്നവർ കേൾക്കുന്നു. ഡ്രസ്സ് നൽകാനെത്തിയ ഓർക്കിഡ് അത് അലമാരയിൽ എടുത്ത് വയ്ക്കാനായി തുറന്നപ്പോൾ അതിനുള്ളിൽ ഒളിച്ചിരുന്ന പ്ലാന്റ് സ്പിരിറ്റിനെ കാണുന്നു. അവൾ സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നതിനാൽ അവൾ അതിനെ ശക്തി ഉപയോഗിച്ച് ചെടിയുടെ രൂപത്തിലാക്കി ഡ്രസ്സ് കൊണ്ടുവന്ന പാത്രത്തിലെടുത്ത് വെച്ച് അവിടെ നിന്ന് കൊണ്ടുപോകാൻ തുടങ്ങുന്നു. അപ്പോഴാണ് അവളുടെ കയ്യിലെ ചെയിൻ ഡെസ്നി ബുക്കിന്റെ സാമീപ്യം അറിയിക്കുന്നത് പോലെ തിളങ്ങിയത്. ഓർക്കിഡ് അന്വേഷിച്ച് ചെന്നപ്പോൾ നേരത്തെ കാണിച്ച ഡെസ്നി ബുക്ക് അവൾ കാണുന്നു. ആർബിറ്റർ ഹാളിൽ ഇരിക്കേണ്ട ഇതങ്ങനെ ഇവിടെ വന്നു എന്ന് സംശയിച്ച് അവൾ അത് എടുക്കാനായി ആ മുറിയിലേക്ക് കയറാൻ തുടങ്ങിയെങ്കിലും ഏതോ ശക്തി കാരണം അവൾക്ക് അകത്ത് കിടക്കാൻ കഴിയുന്നില്ല. പക്ഷെ കയ്യിലെ ചെയിൻ്റെ സഹായത്തോടെ അവൾ ആ ബുക്ക് അകത്ത് കയറാതെ തന്നെ എടുക്കുന്നുണ്ട്. അത് ആരുടേതാണെന്നറിയാൻ അവൾ ശ്രമിച്ചെങ്കിലും അതിൽ പേരുണ്ടായിരുന്നില്ല. പേരില്ലാത്ത ഒരു ബുക്ക് അവൾ ആദ്യമായാണ് കാണുന്നത്. മൂൺ സുപ്രീം ഈ സമയം തന്റെ പട്ടാളക്കാർ ബന്ധിക്കപ്പെട്ടിരിക്കുന്നിടത്ത് എത്തിയിരുന്നു. ഇവരെല്ലാം ജീവനോടെ തിരികെ വന്നാൽ മാത്രമേ അവന് ദേവലോകത്തുള്ളവരെ തോൽപ്പിക്കാൻ കഴിയൂ. 30,000 വർഷങ്ങൾക്ക് മുമ്പ് അവനെ തോൽപ്പിക്കാൻ വേണ്ടി യുദ്ധദേവതയായി ചെടി തന്റെ വാൾ സ്വന്തം ശരീരത്തിൽ കുത്തിയിറക്കി. അതിൽ നിന്ന് പ്രവഹിച്ച ശക്തിയിലാണ് ആ പട്ടാളക്കാരെല്ലാം ശിലകളായി മാറിയത്. ആ വാൾ ഇപ്പോഴും അവിടെയുണ്ട്. ഇതേസമയം ഓർക്കിഡിനെ ദിയായി പിടികൂടിയിരുന്നു. അവൾ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച ചെടിയുടെ സ്പിരിറ്റിനെയും അവർ കണ്ടെത്തുന്നു. ഷാങ്ഷെ മൂൺ സുപ്രീമിന്റെ മരണത്തിന് ശേഷം അവിടെ നടന്നതെല്ലാം അവനോട് വിവരിക്കുന്നുണ്ട്. മൂൺ സുപ്രീമിന്റെ ഇളയ സഹോദരനായ സെൻഫങ് ആണ് അതിനുശേഷം രാജാവായത്.
പക്ഷേ അവൻ്റെ കഴിവുകേട് കൊണ്ട് തന്നെ വേറെ പലരും ഓരോരോ ഭാഗം വീതിച്ച് പ്രത്യേക രാജ്യമുണ്ടാക്കി അവിടെ ഭരണം തുടങ്ങിയിരിക്കുന്നു. എൻ്റെ അഭാവത്തിൽ ഛിന്നഭിന്നമായ നമ്മുടെ രാജ്യത്തെ ഞാൻ പഴയതുപോലെ വീണ്ടും ഒരുമിപ്പിക്കും. അതിനാദ്യം ഈ സൈനികരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞ് മൂൺ സുപ്രീം ശക്തി ഉപയോഗിച്ച് ആ വാൾ വലിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെടുന്നു. ആ വാൾ അവിടെ നിന്ന് ഊരാൻ കഴിഞ്ഞാൽ മാത്രമേ സൈനികരുടെ ബന്ധനം മാറി അവർ മോചിതരാവുകയുള്ളൂ. അതിന് ചിടിദേവതയ്ക്ക് മാത്രമേ കഴിയൂ. പക്ഷെ 30,000 വർഷങ്ങൾക്ക് മുമ്പ് ചിടിദേവതയുടെ ശരീരവും ആത്മാവും ഛിന്നഭിന്നമായി പോയതാണ് എന്നെല്ലാം അവൻ ഷാങ്ഷയോട് പറയുന്നു. ദിയെ ഈ സമയം ഓർക്കിഡിനെ ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. പക്ഷെ അവളുടെ ശരീരത്തിലേറ്റ ഓരോ അടിയുടെ പാടും വേദനയും മൂൺ സുപ്രീമിനും ഉണ്ടാകുന്നു. ആദ്യം ഒന്ന് അമ്പലത്തെങ്കിലും മുമ്പ് ഓർക്കിഡിൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോഴുണ്ടായ അനുഭവം ഓർമ്മ വരുന്നതിനാൽ അതുപോലെ ആയിരിക്കുമോ ഇതും എന്ന് അവൻ ചിന്തിക്കുന്നുണ്ട്. ദിയെ ഓർക്കിഡിനെയും മറ്റ് ചെടിയുടെ സ്പിരിറ്റിനെയും സോൾ ട്രാൻസ്ഫറിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ച് ആ പാത്രത്തിലേക്ക് തള്ളിയെടുത്തു. സോൾ ട്രാൻസ്ഫോം ചെയ്യുന്ന പാത്രത്തിലേക്ക് ഓർക്കിഡ് വീഴാൻ തുടങ്ങിയപ്പോഴേക്കും ആകാശത്ത് ചന്ദ്രൻ്റെ ആകൃതിയിൽ പ്രകാശം പ്രത്യക്ഷപ്പെടുകയും കൂടെ മൂൺ സുപ്രീം അവിടെ എത്തുകയും ചെയ്യുന്നു. അവൻ്റെ ശക്തി കാരണം താഴേക്കും മുകളിലേക്കും അല്ലാത്ത അവസ്ഥയിൽ വായുവിൽ തങ്ങി നിൽക്കുകയാണ് ഓർക്കിഡ്. ദിയെ അനുയായികളോട് അവനെ ആക്രമിക്കാൻ നിർദ്ദേശിച്ചെങ്കിലും അവൻ്റെ ശക്തിയിൽ അവരെല്ലാം ചാമ്പലായി മാറുന്നു. അതാരാണ് എന്ന് ദിയെ ചോദിക്കുന്നുണ്ടെങ്കിലും മരിക്കാൻ പോകുന്ന നിനക്ക് എൻ്റെ പേര് ചോദിക്കാൻ എങ്ങനെ ധൈര്യം വന്നു എന്ന് അവൻ ചോദിക്കുന്നു. ഓർക്കിഡിനെ വലിച്ചെടുപ്പിച്ച് കൈവെള്ളയിലിട്ടിയ ശേഷം എതിർക്കാൻ വന്ന ദിയയുടെ ആൾക്കാരെ മുഴുവൻ അവൻ നശിപ്പിക്കുന്നു. ആക്രമിക്കാൻ ശ്രമിച്ച അവൾക്കും ശരിക്കും പ്രഹരമേൽക്കുന്നു. സോൾ ട്രാൻസ്ഫോം ചെയ്യുന്ന പാത്രം അവൻ നശിപ്പിക്കുന്നു. അതോടെ അതിനുള്ളിൽ അത്രയും കാലം ഈവിൾ സ്പിരിറ്റുകളായി സൂക്ഷിച്ചിരുന്ന ദുരാത്മാക്കളെല്ലാം രക്ഷപ്പെട്ട അവിടെ മുഴുവൻ വ്യാപിക്കുന്നു. ദിയെ വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ പ്രദേശത്തുണ്ടായിരുന്ന ആളുകളെ മുഴുവൻ ആ ദുരാത്മാക്കൾ ഉപദ്രവിക്കാൻ തുടങ്ങുന്നു. ഈ സമയം മൂൺ സുപ്രീം ഓർക്കിഡിന് താഴെ ഇറക്കുന്നുണ്ട്. അവളുടെ ശരീരത്തിലെ പാടുകൾ പരിശോധിച്ച് അവന് നേരത്തെ തൻ്റെ ശരീരത്തിൽ പാടുകൾ ഉണ്ടാകാൻ കാരണം അവൾ തന്നെയാണെന്ന് മനസ്സിലാകുന്നു. നിന്നെ വെട്ടിനുറുക്കി തുണ്ടം തുണ്ടമാക്കി മുതലകൾക്ക് എറിഞ്ഞുകൊടുക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ തൽക്കാലം അതിന് കഴിയില്ല. മാത്രമല്ല ഇനി മുതൽ നീ എപ്പോഴും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ടാകണം. എൻ്റെ അനുവാദമില്ലാതെ എവിടെയും പോകരുത്. നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചാൽ അവൻ എൻ്റെ ശത്രുവായിരിക്കും. നിന്റെ ഈ ശരീരവും രക്തവും നിന്റെ ശ്വാസം പോലും എനിക്ക് അവകാശപ്പെട്ടതാണെന്ന് അവൻ പറയുന്നു. അവൻ അങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഓർക്കിഡിന് മനസ്സിലാകുന്നില്ല. വർഷങ്ങളായി ഹവോദിയൻ ടവറിനുള്ളിൽ ബന്ധിക്കപ്പെട്ടിരുന്ന അവൻ ഒരുപാട് കാലത്തിന് ശേഷം ആദ്യം കണ്ട പെണ്ണ് ഞാനായതുകൊണ്ടും അബദ്ധത്തിൽ കിസ്സിങ് നടന്നുകൊണ്ടുമൊക്കെ ഇനി ഇവനോട് പ്രണയം വല്ലതുമായിരിക്കുമോ എന്ന് ചിന്തിച്ച അവൾ നിന്റെ വലിയ മനസ്സിന് നന്ദിയുണ്ട്. പക്ഷെ എന്നെ വിട്ട് വേറെ ആരെങ്കിലും നോക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോകാൻ തുടങ്ങുന്നു. നീ എൻ്റെ ശരീരത്തിൽ ഏൽപ്പിച്ച ഈ ശാപം മാറ്റിയിട്ട് പോകാൻ അവൻ പറഞ്ഞപ്പോൾ എന്ത് ശാപം എന്ന് ചോദിച്ച് അവൾ തിരിഞ്ഞു നിൽക്കുന്നു. അവൻ്റെ നെറ്റിയിലപ്പോൾ മുമ്പത്തെ അടയാളം തെളിയുന്നുണ്ട്. അത് കണ്ടപ്പോൾ വുലാൻ എന്ന ട്രൈബിലെ ആൾക്കാരുടെ സീലാണത് എന്ന് ഓർക്കിഡിന് മനസ്സിലായെങ്കിലും ഞാനിത് പുസ്തകങ്ങളിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. ഇത് തകർക്കാനൊന്നും എനിക്കറിയില്ല. അത്രയ്ക്ക് ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഇമ്മോർട്ടൽ എക്സാം പാസ്സാവുന്നതിനെ കുറിച്ച് ഓർത്ത് എനിക്ക് ടെൻഷൻ ആകേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് അവൾ പറയുന്നു. അവൾ പറഞ്ഞത് സത്യമാണോ എന്നറിയാൻ അവനെന്തോ ശക്തി പ്രയോഗിച്ചൊരു പരിശോധന നടത്തുന്നു. ഇതൊരാളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്. ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് ഓർക്കിഡ് വേഗം അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഇമ്മോർട്ടൽ വേര് ശരിയാക്കാൻ അവൾ വാങ്ങിയ മരുന്ന് അവിടെ നിന്ന് നഷ്ടപ്പെടുന്നുണ്ട്. അവൾ പക്ഷേ അതറിയുന്നില്ല. അവനതെടുത്ത് വയ്ക്കുന്നു. ഇതേസമയം സ്വതന്ത്രരാക്കപ്പെട്ട ഈവിൾ സ്പിരിറ്റുകളെല്ലാം കൂടി നഗരത്തിൽ നാശം വിധിക്കുന്നുണ്ടായിരുന്നു. ദിയയ്ക്ക് തനിച്ചവരെ എതിർത്ത് നിൽക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. ഈ സമയത്ത് അവളുടെ ലോഡ് സഹായത്തിനെത്തുന്നു. മുഖം തിരിച്ചറിയാൻ കഴിയാത്ത വിധം അയാൾ ഒരു മാസ്ക് ധരിച്ചിട്ടുണ്ട്. അയാൾ തൻ്റെ ശക്തി ഉപയോഗിച്ച ആ ഈവിൾ സ്പിരിറ്റുകളെല്ലാം ഒറ്റയടിക്ക് തിരികെ ബന്ധിക്കുന്നുണ്ട്. അതിനുശേഷം സോൾ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മൂൺ സുപ്രീം തകർത്ത പാത്രം പഴയതുപോലെ ആക്കി ആ ദുരാത്മാക്കളെ എല്ലാം വീണ്ടും അതിനുള്ളിൽ തന്നെ ആക്കുന്നു. അതോടെ അവിടെ താഴെ വീണ് കിടന്നിരുന്ന ആളുകളെല്ലാം പഴയതുപോലെ ആകുന്നുണ്ട്. ഡെസ്നി ബുക്ക് സൂക്ഷിക്കാൻ കഴിയാതിരുന്നതിന് അയാൾ ദിയയെ ശരിക്കും ശകാരിക്കുന്നു. അവൾക്ക് ഈ തെറ്റിന് മരണശിക്ഷ നൽകേണ്ടതാണെങ്കിലും ആ ബുക്ക് തിരികെ നേടുത്തന്ന ശേഷം മാത്രമേ അത് ചെയ്യുന്നുള്ളൂ എന്ന് അയാൾ പറയുന്നു. അവിടെ നാശം വിധിച്ച ആരാണെന്ന് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും ഡെസ്നി ബുക്ക് കൊണ്ടുപോയിരിക്കുന്നത് ദേവലോകത്തു നിന്നുള്ള ആരോ ആണ് എന്ന് ദിയയെ അയാൾ അറിയിക്കുന്നു. മൂൺ സുപ്രീം ഈ സമയം വുലാൻ ട്രൈബിന്റെ ശാപം തനിക്ക് ഏറ്റിരിക്കുന്നതായും എനിക്ക് പോലും തകർക്കാൻ കഴിയാത്തത്ര ശക്തമാണത് എന്നും ഷാങ്ഷയെ അറിയിക്കുന്നു. 30,000 വർഷങ്ങൾക്ക് മുൻപ് നടന്ന ആ മഹായുദ്ധത്തിൽ വുലാൻ ട്രൈബിലെ ആരും സർവൈവ് ചെയ്തില്ല എന്നും അതിനുശേഷം ആദ്യമായാണ് അവനെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുന്നതെന്നും ഷെങ്ഷെ അവനെ അറിയിക്കുന്നു. ഈ ഓർക്കിഡ് വുലാൻ ട്രൈബിലെ സർവൈവ് ചെയ്യപ്പെട്ട അംഗമാവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവളെ ഉപദ്രവിക്കുന്നത് ശരിയല്ല. കാരണം വുലാൻ വംശക്കാർ ആദിമകാലം മുതലേ 3 ലോകങ്ങളെയും ദുർദേവതകളിൽ നിന്ന് രക്ഷിച്ചു പോതിരുന്നവരാണ്. അവർ ഒരിക്കലും ദേവന്മാരുടെയോ അസുരന്മാരുടെയോ ഒന്നും പക്ഷം പിടിച്ചിട്ടില്ല. എല്ലാവരോടും തുല്യമായിട്ടാണ് നിന്നിരുന്നത്. അങ്ങനെയുള്ള അവരെ ആക്രമിക്കുന്നത് ശരിയല്ല എന്ന് ഷെങ്ഷെ പറയുന്നു. എനിക്കങ്ങനെ ആരോടും സഹതാപം കാണിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് മൂൺ സുപ്രീം ദേഷ്യപ്പെട്ടപ്പോൾ ഷെങ്ഷെ അങ്ങനെ പറഞ്ഞതിന് ക്ഷമ ചോദിക്കുന്നു. കട്ടക്കലിപ്പിൽ നിന്ന് മൂൺ സുപ്രീമിന്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞൊഴുകാൻ തുടങ്ങുന്നു. ഓർക്കിഡായിരിക്കും അതിൻ്റെ കാരണക്കാരി എന്നോർത്ത് അവൻ ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. ഇമ്മോർട്ടൽ വേര് ശരിയാക്കാനുള്ള മരുന്ന് നഷ്ടപ്പെട്ട കാര്യം കൂട്ടുകാരോട് പറഞ്ഞ് ഓർക്കിഡിന് കരയുകയായിരുന്നു. അപ്പോൾ അതാണ് അവൻ്റെയും കണ്ണ് നിറഞ്ഞൊഴുകിയത്. അവൻ ഓർക്കിഡിനെ കാണാനായി അദൃശ്യനായി ദേവലോകത്തേക്ക് കടക്കുന്നു. മുറിയിൽ കിടന്ന് കരയുകയായിരുന്നു ഓർക്കിഡ്. ഇങ്ങനെ കിടന്നാൽ പറ്റില്ല, എങ്ങനെയെങ്കിലും മരുന്ന് വീണ്ടും ഒപ്പിച്ചേ പറ്റുമെന്ന് ചിന്തിച്ച് വീണ്ടും മരുന്ന് വാങ്ങാൻ പോകാൻ പുറത്തേക്ക് കൂടി ഇറങ്ങിയപ്പോഴാണ് അവൻ അവിടെ നിൽക്കുന്നത് കണ്ടത്. ആദ്യം അവൾ തിരിഞ്ഞോടാൻ തുടങ്ങിയെങ്കിലും പിന്നെ തിരിഞ്ഞെന്ന് നീ എങ്ങനെ ഇവിടെ എത്തിയെന്ന് ചോദിക്കുന്നു.
നീ ലോകത്ത് എവിടെയാണെങ്കിലും ഞാൻ തേടി പിടിച്ച് സംരക്ഷിക്കും എന്നവൻ പറയുന്നു. ഓർക്കിഡ് അവനെ തിരികെ പറഞ്ഞുവിടാൻ പലതും പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ശാപം മാറ്റിത്തരാതെ ഞാൻ പോകില്ല എന്നവൻ തീർത്ത് പറയുന്നു. അകത്തേക്ക് കയറാൻ തുടങ്ങി അവനെ ഓർക്കിഡ് പിടിച്ചു നിർത്താൻ ശ്രമിച്ചെങ്കിലും അവൾ നിരങ്ങി പുറകോട്ട് നീങ്ങിയതല്ലാതെ പ്രയോജനമൊന്നും ഉണ്ടാകുന്നില്ല. ഞാൻ വുലാൻ ഡ്രൈവിലെ അംഗമൊന്നുമല്ല. എനിക്ക് ശാപം മാറ്റേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ വെറും ഒരു ഓർക്കിഡ് ചെടിയാണ് എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും അവനതൊന്നും വിശ്വസിക്കാൻ തയ്യാറാകാതെ അവളെ തള്ളി താഴെയിട്ടിട്ട് അകത്തേക്ക് കയറുന്നു. പുറകെ ഓടിച്ചെന്ന ഓർക്കിഡ് അവനെ പറഞ്ഞേക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കൈവശമുണ്ടായിരുന്ന ദിയയുടെ സ്ഥലത്ത് നിന്ന് എടുത്ത ഡെസ്റ്റിനി ബുക്ക് താഴെ വീഴുന്നു. അവളത് തിരികെടുക്കുന്നതിന് മുമ്പ് അവനത് കൈക്കലാക്കുന്നുണ്ട്. ഓർക്കിഡ് അത് തിരികെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ചെങ്കിലും അവൻ അവളെ ശക്തി ഉപയോഗിച്ച് അങ്ങോട്ടോ പറഞ്ഞയച്ചിട്ട് അത് പരിശോധിക്കുന്നു. ചിടി ദേവതയുടെ ബുക്കാണതെന്നും അന്ന് അവരുടെ ആത്മാവും ശരീരവും നശിച്ചെങ്കിലും അവരുടെ ആത്മാവിൻ്റെ ഒരു അംശം ഇപ്പോഴും എവിടെയോ ഉണ്ട് എന്നും അവന് മനസ്സിലാക്കുന്നു. അതെവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ തൻ്റെ 1,00,000 സൈനികരെ മോചിപ്പിക്കാൻ കഴിയും എന്നും അവൻ ചിന്തിക്കുന്നു. ഓർക്കിഡ് പോയി വീണത് പുറത്തായിരുന്നു. അവൾ ചാടി എഴുന്നേറ്റ് തിരികെ അകത്തെത്തി അവൻ്റെ കയ്യിൽ നിന്ന് ബുക്ക് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു. അവനത് തിരികെ പിടിക്കാനും രണ്ടുപേരും കൂടി ശക്തി പ്രയോഗിച്ച അവസാനം അത് ഡാമേജായി നിലത്ത് വീഴുന്നു. രണ്ടുപേരും കുറ്റപ്പെടുത്തിക്കൊണ്ട് പരസ്പരം നോക്കുന്നുണ്ട്. ഷെങ്ഹാങ് മുമ്പ് ഓർക്കിഡിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൂവ് ഒരു പെട്ടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് അത് നോക്കി നിന്നെന്തോ ഓർക്കാറുണ്ട്. അവൻ ഓർക്കിഡിനെ കുറിച്ച് ഓർമ്മയില്ല എന്ന് മുമ്പ് അവളോട് പറഞ്ഞത് കള്ളമായിരുന്നു. 500 വർഷങ്ങൾക്ക് മുമ്പ് ഒരിക്കൽ എങ്ങനെയോ പരിക്ക് പറ്റിയ അവൻ്റെ അടുത്തേക്ക് ഓർക്കിഡ് വന്നത് അവൻ ഓർക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കൊരു കാവൽക്കാരൻ അവിടേക്ക് വന്ന് വിളിക്കുന്നതിനാൽ അവൻ്റെ ഓർമ്മകൾ മുറിയുന്നു. ഹവോദിയൻ ടവറിൽ നിന്ന് രക്ഷപ്പെട്ടവരെല്ലാം പിടികൂടി. അവർ എങ്ങും പ്രശ്നമുണ്ടാക്കിയിട്ടില്ല എന്ന് ദേവലോകം മുഴുവൻ പരിശോധിച്ച് ഉറപ്പാക്കി കഴിഞ്ഞു എന്നും കാവൽക്കാരൻ അറിയിക്കുന്നു. ആർബിറ്റർ ഹാൾ സുരക്ഷിതമാണെന്ന് പരിശോധിച്ചോ എന്ന് ഷെങ്ഹാങ് ചോദിച്ചപ്പോൾ അവിടെ മൊഴിഞ്ഞ കോണായതുകൊണ്ടും ആൾതാമസമില്ലാത്തത് കൊണ്ടും അങ്ങോട്ട് പോയില്ല എന്ന് കാവൽക്കാരൻ അറിയിക്കുന്നു. ഷെങ്ഹാങ് അവനെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ തന്നെ പോയി പരിശോധിച്ചോളാം എന്ന് പറഞ്ഞ് പുറപ്പെടുന്നു. മൂൺ സുപ്രീം ഈ സമയം ഓർക്കിഡിനെ വായിൽ നിർത്തി പൊരിക്കുകയായിരുന്നു. നിനക്കൊന്നും അറിയില്ല എന്ന് നീ പറയുന്നത് കള്ളമാണ്. വുലാൻ ഡ്രൈവിൻ്റെ സ്പെല്ല് നിനക്കറിയാം എന്ന് മാത്രമല്ല ഈ ഡെസ്റ്റിനി ബുക്കും നിന്റെ കൈവശമുണ്ടല്ലേ. ഞാൻ പോലും അവൾ ചാരമായി കഴിഞ്ഞെന്നാണ് വിശ്വസിച്ചിരിക്കുന്നത്. അവൾ ഇപ്പോഴും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചിരുന്നതല്ല. നീ ശരിക്കും ആരാണ് എന്നൊക്കെ അവൻ്റെ ഓർക്കിഡിനെ തുരുതുരാ ചോദ്യം ചെയ്യുകയാണ്. ആ ബുക്ക് ആരുടേതാണ് എന്ന് എനിക്കറിയില്ല. ഇന്നലെ ഹൈഷി സിറ്റിയിൽ നിന്ന് കിട്ടിയതാണ്. ഡെസ്റ്റിനി ബുക്ക് ഇരിക്കേണ്ടത് ആർബിറ്റർ ഹാളിലായതിനാൽ ഞാനിത് എടുത്തുകൊണ്ട് വന്നതേ ഉള്ളൂ എന്നവൾ പറയുന്നു. ആർബിറ്റർ ഇപ്പോൾ എവിടെയാണെന്ന് ചോദിച്ച് അവൻ വീണ്ടും അവളെ ഉയർത്തി നിർത്തുന്നു. മാസ്റ്റർ 1000 വർഷങ്ങളായി എവിടെയൊക്കെയോ ചുറ്റിത്തിരിയുകയാണ് എന്ന് ഞാൻ പറഞ്ഞതല്ലേ, എവിടെയാണെന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയുന്നു. അവൻ വീണ്ടും അവളെ താഴെ നിർത്തിയിട്ട് ഡെസ്റ്റിനി ബുക്ക് റിപ്പയർ ചെയ്യാൻ ആർബിറ്റർ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. പഠിപ്പിച്ചിട്ടുണ്ട്, അതെനിക്ക് അറിയാം എന്ന് അവൾ പറഞ്ഞപ്പോൾ എങ്കിൽ എനിക്ക് വേണ്ടി നീ ഈ ബുക്ക് റിപ്പയർ ചെയ്യണം, ഇല്ലെങ്കിൽ നിന്റെ ഗ്രീൻ ഹൗസിലെ ചെടികളെല്ലാം ഞാൻ നശിപ്പിക്കും എന്നവൻ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയത്താണ് ഷെങ്ഹാങ് പുറത്തെത്തി കോളിംഗ് ബെൽ അടിക്കാൻ തുടങ്ങിയത്. കുറച്ച് സമയമായിട്ടും അവൾ പുറത്തേക്ക് ഇറങ്ങി വരാത്തതിനാൽ അവൻ അകത്തേക്ക് കയറി ചെല്ലുന്നു. പക്ഷെ മൂൺ സുപ്രീം അപ്പോഴേക്കും ഓർക്കിഡിനെയും കൊണ്ട് അവിടെ നിന്നും മാറിയിട്ട് വള്ളിച്ചെടികളിൽ ഒരാളെ ഷെങ്ഹാങ്ങിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്നു. ഓർക്കിഡ് ഇമ്മോർട്ടൽ എക്സാമിനുള്ള ട്രെയിനിങ്ങിലാണ്, അതുകൊണ്ടാണ് പുറത്തേക്ക് വരാത്തതെന്ന് അവൾ പറയുന്നു. അവിടെ പ്രശ്നമൊന്നുമില്ലാന്ന് ഉറപ്പിച്ച് ഷെങ്ഹാങ് മടങ്ങാൻ തുടങ്ങിയപ്പോൾ അവൾ അവനെ അകത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ഓർക്കിഡിനെ ശല്യപ്പെടുത്തുന്നില്ല. ഞാൻ പിന്നെ വന്നോളാമെന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഗ്രീൻ ഹൗസ് നശിപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് മൂൺ സുപ്രീം അവളെ കൊണ്ട് ഷെങ്ഹാങ്ങിനോട് അങ്ങനെയൊക്കെ പറയിപ്പിച്ചത്. അവൻ പോയപ്പോൾ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്നറിയിച്ചിട്ട് അവൾ ഓടിപ്പോകുന്നു. അവൻ അത്രയും സമയം ഓർക്കിഡിന്റെ വാ പൊത്തി പിടിച്ചിരിക്കുകയായിരുന്നു. ഷെങ്ഹാങ് മടങ്ങിപ്പോയി എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ അന്വേഷിച്ച് വരുന്നത് വളരെ അപൂർവമായാണ്. എൻ്റെ നല്ലൊരു ചാൻസ് മിസ്സാക്കി. ഇമ്മോർട്ടൽ എക്സാമിനും എനിക്ക് പോകാൻ കഴിയില്ല. എൻ്റെ മരുന്ന് നഷ്ടപ്പെട്ടു പോയി എന്നൊക്കെ പറഞ്ഞ് ഓർക്കിഡ് കരയാൻ തുടങ്ങുന്നു. അവൾ കരയുന്നതനുസരിച്ച് അവൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ്. സൈകെട്ടവൻ തിരിഞ്ഞു നിന്ന് കണ്ണു തുറച്ചിട്ട് മരുന്നിൻ്റെ കൈവശമുണ്ടെന്ന് പറഞ്ഞ് എടുത്ത് കാണിക്കുന്നു. ഓർക്കിഡ് സന്തോഷത്തോടെ അത് വാങ്ങാൻ ഓടിച്ചെന്നെങ്കിലും ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കിയാൽ മാത്രമേ അത് തിരികെ തരികയുള്ളൂ എന്ന് അവൻ പറയുന്നു. ഓർക്കിഡ് ഉടൻ തന്നെ ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കാനുള്ള ശ്രമം തുടങ്ങിയെങ്കിലും പരാജയപ്പെടുന്നു. അവസാനം അവൻ്റെ ക്ഷമ നശിച്ച് നീ ശരിക്കും ആർബിറ്ററിൻ്റെ ശിക്ഷ തന്നെയാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. ഞാൻ മാത്രമേ മാസ്റ്ററുടെ ശിക്ഷയായിട്ടുള്ളൂ. എനിക്ക് ബുക്ക് ശരിയാക്കാൻ പറ്റും, പക്ഷേ ഇന്ന് ഞാൻ വളരെ ക്ഷീണിതയാണ്. ഹൈഷി സിറ്റിയിൽ വെച്ച് എൻ്റെ ജീവൻ നഷ്ടപ്പെടേണ്ടതായിരുന്നില്ലേ? മാത്രമല്ല ദേഹം മുഴുവൻ അടികൊണ്ട മുറിവുകളുമാണ്. പിന്നെ നീ എന്നെ ഭീഷണിപ്പെടുത്തിയതുകൊണ്ട് എൻ്റെ പുറകിൽ തന്നെ കൂടിയിരിക്കുകയല്ലേ. എല്ലാം കൂടി ആയപ്പോൾ എനിക്ക് പറ്റാത്തതാണ്. ഒരു രാത്രി ഉറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. നാളെ ഞാനിത് ശരിയാക്കാമെന്നവൻ പറയുന്നു. അവനത് സമ്മതിക്കുന്നു. പക്ഷെ അടുത്ത പ്രശ്നം അവൻ എവിടെ കിടക്കുമെന്നുള്ളതായിരുന്നു. നീ എന്തിനാണ് ഇവിടെ കിടക്കുന്നത്? അത് പറ്റില്ല എന്നവൾ പറഞ്ഞപ്പോൾ എങ്കിൽ നീ എൻ്റെ കൂടെ വരേണ്ടി വരും എന്നവൻ പറയുന്നു. എനിക്ക് എങ്ങോട്ടും വരാൻ കഴിയില്ല, അതെൻ്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. മാത്രമല്ല അവിടെയും ഇവിടെ ഓടി നടന്നാൽ എനിക്ക് ക്ഷീണം കാരണം നാളെയും ബുക്ക് റിപ്പയർ ചെയ്യാൻ കഴിയില്ല എന്നവൾ പറയുന്നു. പക്ഷെ അവൾ എന്തൊക്കെ പറഞ്ഞിട്ടും എൻ്റെ കൺമുന്നിൽ നിന്ന് മാറാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നീ കിടക്കുന്നിടത്ത് ഞാൻ കിടക്കൂ എന്നവൻ പറയുന്നു. അവസാനം സഹികെട്ട് മാസ്റ്ററുടെ റൂം അവനെ തുറന്നു കൊടുക്കുന്നു. മാസ്റ്ററുടെ മുറി ആയതുകൊണ്ട് സൂക്ഷിച്ച് ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ട് അവൾ തിരികെ പോകാൻ തുടങ്ങിയപ്പോൾ അവനവളെ പിടിച്ചു നിർത്തി നീ എവിടെ പോകുന്നു? നമ്മൾ ഒരുമിച്ചാണ് കിടക്കാൻ പോകുന്നതെന്ന് ഞാൻ പറഞ്ഞതല്ലേ. എൻ്റെ കൺമുന്നിൽ നിന്ന് നിനക്ക് എങ്ങോട്ട് പോകാൻ കഴിയില്ല എന്നവൻ പറയുന്നു. നമ്മൾ ആണും പെണ്ണുമല്ലേ, ഇവിടെ നിയമങ്ങൾ അനുസരിച്ച് നമ്മൾ ഒരുമിച്ച് താമസിക്കുന്നത് തെറ്റാണ്. ഒരേ ബെഡിൽ കിടന്നാൽ എങ്ങനെ ശരിയാകുമെന്നൊക്കെ ഓർക്കിഡ് ചോദിക്കുന്നു. ഒരേ ബെഡിൽ കിടന്നാൽ എന്താണ് കുഴപ്പമെന്ന് ചോദിച്ച് അവൻ പിന്നെയും എതിർത്ത് നിൽക്കുകയാണ്. നിന്നോട് സംസാരിച്ച് ഞാൻ എൻ്റെ സമയം വെറുതെ കളയുന്നില്ല എന്ന് പറഞ്ഞ് അവൾ പുറത്തേക്ക് പോകുന്നു. വാതിലടയ്ക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാണ് എന്ന് ഒരു മുന്നറിയിപ്പ് പോലെ അവൾ അവനോട് പറയുന്നു.
നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്നൊന്നും എനിക്കൊരു പ്രശ്നമില്ല. നീ എൻ്റെ സ്വന്തമാണ് എന്നവൻ പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും പറഞ്ഞിട്ടൊരു കാര്യവുമില്ല എന്ന മട്ടിൽ ഓർക്കിഡ് വാതിലടച്ചു പോകുന്നു. പക്ഷെ അവൾ മുറിയിലെത്തിയപ്പോൾ അവിടെ അവളുടെ ബെഡിൽ അവൻ കിടക്കുന്നുണ്ടായിരുന്നു. നീ എന്താണ് ഇവിടെ വന്ന് കിടന്നതെന്ന് ചോദിച്ചാൽ അവൾ ബഹളം ഉണ്ടാക്കുന്നു. എൻ്റെ കൺമുന്നിൽ നിന്ന് മാറാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്റെ സുരക്ഷ എനിക്ക് പ്രധാനമാണെന്ന് അവൻ പറയുന്നു. നീ പോകുന്നില്ലെങ്കിൽ വേണ്ട, ഞാൻ പോയിക്കോളാമെന്ന് പറഞ്ഞ് ഓർക്കിഡ് മറ്റേ മുറിയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ അവൻ മുന്നിലെത്തി തടയുന്നു. ഒന്നും നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ അവൾ ഉറങ്ങാതെ അവിടെ കുത്തിയിരിക്കുന്നു. അവൻ ബെഡിലും. ഇടയ്ക്ക് ഓർക്കിഡ് ഉറക്കം നോക്കി മുന്നോട്ട് ചെന്ന് നെറ്റി ടേബിളിൽ ഇരിക്കുന്നു. അവനും അപ്പോൾ വേദനിക്കുന്നുണ്ട്. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി ഓർക്കിഡ് അവൻ നെറ്റി തടവുന്നത് കണ്ട് എൻ്റെ നെറ്റിയല്ലേ ഇടിച്ചത്, അത് നീ എന്തിനാണ് തടവുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. നീ നിന്റെ ശരീരം വേദനിപ്പിക്കാതെ സൂക്ഷിക്കണം എന്നവൻ ഓർഡർ ഇടുന്നു. ഓർക്കിഡ് വിചാരിക്കുന്നത് അവന് തൻ്റെ കാര്യത്തിൽ ഭയങ്കര കെയറിങ് ആയതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്നാണ്. അവസാനം ഇങ്ങനെ ഇരുന്നാൽ നമുക്ക് രണ്ടുപേർക്കും ഉറങ്ങാൻ കഴിയില്ല, നിനക്ക് മറ്റേ മുറിയിൽ പോയി കിടന്നൂടെ എന്ന് വിനയത്തോടെ ചോദിക്കുന്നു. അപ്പോഴേക്കും അവനും മടുത്തിരുന്നതിനാൽ എങ്കിൽ ഞാൻ നാളെ രാവിലെ വരാമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് പോകുന്നു. ഓർക്കിഡ് ആശ്വാസത്തോടെ ബെഡിലേക്ക് കയറി കിടക്കുന്നുണ്ട്. പക്ഷെ ഉറക്കം പിടിച്ച് കുറെ കഴിഞ്ഞപ്പോൾ ഹാവോദിയൻ ടവറിനുള്ളിൽ നിന്ന് അവനെ രക്ഷപ്പെടാൻ സഹായിച്ചതും ഒളിച്ചു താമസിക്കാൻ സഹായിക്കുന്നതിന് ഷെങ്ഹാങ്ങിന്റെ നേതൃത്വത്തിൽ ദേവന്മാർ വന്ന് തന്നെ പിടികൂടി ശിക്ഷിക്കുന്നതായി ഓർക്കിഡ് സ്വപ്നം കാണുന്നു. പേടിച്ചവൾ ഞെട്ടി ഉണരുന്നുണ്ട്. അതേസമയം തന്നെ മൂൺ സുപ്രീമും ഞെട്ടി ഉണരുന്നു. അവളുടെ അതേ പേടി അവനും അനുഭവപ്പെടുന്നു. ഫീലിങ്സ് ഒന്നും ഇല്ലാത്ത അവന് വർഷങ്ങൾക്ക് ശേഷമാണ് പേടി എന്ന വികാരം ഉണ്ടാകുന്നത്. സ്വപ്നമാണെന്ന് മനസ്സിലായപ്പോൾ ഓർക്കിഡ് ആശ്വാസത്തോടെ കിടന്നുറങ്ങുന്നു. അടുത്ത ദിവസം രാവിലെ തന്നെ അവൻ അവളെ വിളിച്ചുണർത്തി ഡെസ്റ്റിനി ബുക്ക് ശരിയാക്കാനായി ആവശ്യപ്പെടുന്നു. പക്ഷേ ഓർക്കിഡ് എഴുന്നേൽക്കാൻ മടി പിടിച്ച് കുറച്ച് സമയം കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും മൂടി പൊതിച്ച് കിടക്കുന്നു. അവൻ വീണ്ടും ശല്യപ്പെടുത്തിയപ്പോൾ നിനക്ക് രാവിലെ വേറെ പണിയൊന്നുമില്ലെങ്കിൽ പോയി ഗ്രീൻ ഹൗസിലെ പൂക്കളുടെ എണ്ണം എടുക്കാൻ അവൾ ദേഷ്യത്തിൽ പറയുന്നു. പറഞ്ഞു തീർന്നതും അവരുടെ ശാപം ആക്റ്റീവായി അവൻ ഓട്ടോമാറ്റിക്കായി ഗ്രീൻ ഹൗസിലെത്തി പൂക്കളെണ്ണാൻ തോന്നുന്നു. എത്ര ശ്രമിച്ചിട്ടും അവന് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. സ്പെൽ ആക്റ്റീവായതാണെന്ന് മനസ്സിലായപ്പോൾ അവൻ ഷാങ്ഷയെ വിളിച്ച് ബുലാൻ ട്രൈബിന്റെ ശാപത്തെക്കുറിച്ചും മറ്റും വിവരിച്ചിട്ടുള്ള പുസ്തകം എടുത്തുകൊണ്ട് വരാൻ ആവശ്യപ്പെടുന്നു. അവൻ പൂക്കൾ മുഴുവൻ എണ്ണിത്തീർന്നപ്പോഴേക്കും ഷാങ്ഷെ പുസ്തകവുമായി എത്തുന്നു. കാഴ്ചയിൽ ഇത്തിരി ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും അത് നിവർത്തി കഴിഞ്ഞപ്പോൾ ആർബിറ്റർ ഹാൾ മുഴുവനായി പരന്നിടുന്ന വിധത്തിൽ അതിന് നീളമുണ്ടായിരുന്നു. അവസാനം മുറിക്കുള്ളിൽ വട്ടം ചുറ്റിയിട്ട് അതിന്റെ നടുവിലിരുന്നാണ് അവർ രണ്ടുപേരും കൂടി പുസ്തകം പരിശോധിച്ചത്. ആ ശാപത്തെക്കുറിച്ച് അവസാനം അവൻ കണ്ടെത്തുന്നു. ശാപം ആക്റ്റീവായി കഴിഞ്ഞാൽ അവൾ പറയുന്നതെല്ലാം അവൻ അനുസരിക്കേണ്ടി വരും. അവളുടെ ഫീലിങ്സ് അവനും അനുഭവിക്കേണ്ടി വരും. രണ്ടുപേരുടെയും ശരീരവും മനസ്സും പരസ്പരം കണക്ട് ചെയ്തിരിക്കും. പക്ഷെ അവൾക്കതൊന്നും ബാധകമല്ല. ആർക്കെങ്കിലും അവനെ കൊല്ലണമെന്നുണ്ടെങ്കിൽ പോലും അവളെ കൊന്നാൽ അവനും മരിക്കുന്നതായിരിക്കും. പേര് കേട്ടാൽ പോലും 3 ലോകങ്ങളും പേടിച്ചു പറിക്കുന്ന മൂൺ സുപ്രീമായി ഞാൻ വെറുമൊരു പെണ്ണിന്റെ അടിമയായി കഴിയണമല്ലോ എന്നോർത്ത് അവൻ തലയിൽ കൈവയ്ക്കുന്നുണ്ട്.